ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പൊ നമ്മള് RRB NTPCയുടെ റിവിഷൻ സീരീസ് ഒക്കെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എക്സാമിന് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, LPയുടെ എക്സാം ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിലുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. നമ്മൾ അതിന്റെ കാര്യങ്ങളും കണ്ടന്റുകളും എല്ലാം നമ്മുടെ ചാനലിൽ വൈകാതെ തന്നെ വന്നു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് റീസണിംഗ് ആണ്. റീസണിംഗിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആരൊക്കെയും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെക്നീഷ്യന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാവോ എന്നുള്ളത്. നമ്മൾ 45 ഡേയ്സ് റിവിഷൻ സീരീസിൽ ചെയ്യുന്നത് ടെക്നീഷ്യനും ജെഇയിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. RPF ടെക്നീഷ്യൻ ജെഇ ഇതിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷം NTPCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ 45 ഡേയ്സ് റിവിഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, first question, A, B, C, D, E and F live on 6 different floors of the same building. 6 different ആയിട്ടുള്ള ഫ്ലോർ, 1 2 3 4 5 6. ഓക്കെ, ഇനി നമ്പർ ചെയ്തിട്ടുണ്ട് 1 2 3 4 5 6. ഇങ്ങനെ 6 നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്? E lives on an odd numbered floor but not on floor number 5. ഈ വന്നിട്ട് ഒന്നുകിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. ഓക്കെ, ഓൺലി വൺ പേഴ്സൺ ലിവ്സ് ബിറ്റ്വീൻ ഇ ആൻഡ് സി. അപ്പൊ ഒന്നുകിൽ ഇ ഇവിടെ ആയിരിക്കും, സി ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ സി എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ സി വരാനുള്ള ചാൻസ് ഇവിടെയാണ്, ഇയിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പൊ അതും ഓക്കെ ആയി. ഡി ലിവ്സ് ഇമീഡിയറ്റ്ലി എബോ എഫ്. എഫിന്റെ തൊട്ടു മേലെയാണ് ആര് താമസിക്കുന്നത്? ഡി താമസിക്കുന്നത്. അതിപ്പോ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, സോ അത് അവിടെ ഇരിക്കട്ടെ. ബി ലീവ്സ് ഓൺ എ ലോവർ ഫ്ലോർ ദാൻ സി. സിയുടെ താഴെയുള്ള ഒരു ഫ്ലോറിലാണ് ആര് താമസിക്കുന്നത്? ബി താമസിക്കുന്നത്. അപ്പൊ സി ഇവിടെ അല്ല എന്ന് മനസ്സിലായി. സി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പിന്നെ ആരായിരിക്കും? ഇ ആയിരിക്കും. അപ്പൊ ഇവിടെ ആരായിരിക്കും? ഇവിടെ സി ആയിരിക്കും, ഇവിടെ സി ഇല്ല. ഓക്കെ, ഇനി എന്താണ്? എ ഡസ് നോട്ട് ലീവ് ഓൺ ദ ടോപ്പ് മോസ്റ്റ് ഫ്ലോർ. എ ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ അല്ല താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? ഡി ലീവ്സ് ഇമീഡിയറ്റ്ലി എബോ എഫ്. എഫിന്റെ തൊട്ടു മേലെ ആയിട്ടാണ് ആരിയ്ക്കുന്നത്? ഡി ഇരിക്കുന്നത്. അപ്പൊ എഫ് ഇവിടെയാണെങ്കിൽ ഡി ഇവിടെ പറ്റില്ല, എഫ് ഇവിടെയാണെങ്കിൽ ഡി ഇവിടെയാണ്. പക്ഷെ അപ്പൊ എ വരും. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എ ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഫ് ഇവിടെ, ഡി ഇവിടെ, എ ഇവിടെ ആൻഡ് ബി ആണ് ഇവിടെ. സിയുടെ ലോവർ ഫ്ലോറിൽ ബി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ ആരാ താമസിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡി ആണ് ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്ന ആള്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ certain code language, satin is coded as 35247, scare is coded as 26839, south is coded as 0341. What can be the code for? എന്താ ചോദിച്ചിരിക്കണേ? ഐയുടെ കോഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ സാറ്റിനിൽ നോക്ക്, സാറ്റിനിലും സ്കെയറിലും ഒരുപോലുള്ളത് ഏതാണ്? എസും എയും ആണുള്ളത്. നമ്പേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? 3 and 2 ആണ് ഒരുപോലുള്ളത്. ഇനി സാറ്റിനിലും സൗത്തിലും ഒരുപോലെ എന്തുണ്ട്? എസ് ആൻഡ് ടി ഉണ്ട് അല്ലെ. എസ് ആൻഡ് ടി എന്ന് പറയുമ്പോൾ അവിടെ 3 and എന്താണ് പിന്നെ കോമൺ ആയിട്ടുള്ളത്? 4 ആണ് കോമൺ ആയിട്ടുള്ളത്. ഇവിടെ നോക്ക്, രണ്ടിടത്തും കോമൺ ആയിട്ട് 3 ആണുള്ളത്. സോ എസിന്റെ വാല്യൂ 3 ആണെന്ന് മനസ്സിലായി, ഐ 3 അല്ല എന്ന് മനസ്സിലായി. എ 2 ആണ്, ടി 4 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ എന്താ വരിക? 5 ആണ് ഐയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ എങ്ങനെയാണെന്നുള്ള കാര്യം? അടുത്ത ക്വസ്റ്റ്യൻ. In the above series from left to right without changing the order, the number of pairs of terms such that first is alphabet and second is a number. ഫസ്റ്റ് വൺ ആൽഫബറ്റും സെക്കൻഡ് നമ്പറും ആയിട്ടുള്ള എത്ര പെയർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ആൽഫബറ്റ്, സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് വൺ ആൽഫബറ്റ്, സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് വൺ ആൽഫബറ്റ്, സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് വൺ ആൽഫബറ്റ്, സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് വൺ ആൽഫബറ്റ്, സെക്കൻഡ് നമ്പർ. ഇനിയില്ല. അപ്പൊ 1 2 3 4 4 പെയേഴ്സ് ആണ് അങ്ങനത്തെ ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തത്, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഇൻ ദ ഓക്കെ ഓഡ് വൺ ഔട്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? സി നോക്കുക, C
CDE FGHI JKLMNO ഇതാണ് വരുന്നത്. അടുത്തത് ഏതാണെന്ന് നോക്കാം അല്ലെ. VWXYZAB അത് കറക്റ്റ് ആണ്. അടുത്തത് CDE കഴിഞ്ഞിട്ടാണ് F വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഇതിലെ ഏതോ ഒരെണ്ണമാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് അല്ലാത്ത പാറ്റേൺ, ഇതിൽ ഏത് പാറ്റേൺ ആണോ അടുത്തത് ഫോളോ ചെയ്യണത് അതാണ് ഇതിലെ പാറ്റേൺ എന്ന് പറയണത്. അത് അല്ലാത്തത് എന്തായിരിക്കും, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. RSTUVWXYZABCD. അപ്പൊ പാറ്റേൺ ഏതാണ്, ഇതാണ് പാറ്റേൺ. ഓഡ് വൺ ഔട്ട് ഏതാണ്, സെക്കൻഡ് വൺ ആണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, സുനിത ഈസ് റാങ്ക്ഡ് 10th ഫ്രം ദ ടോപ്പ് ആൻഡ് 18th ഫ്രം ദ ബോട്ടം. ഓക്കെ, അപ്പൊ ടോപ്പിൽ നിന്നും 10ാമതാണ്, താഴത്ത് നിന്ന് എത്രാമത്തെയാണ്, 18ാമത്തെയാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സുനിത മേലെ നിന്ന് 10ാമത്തെ ആണെങ്കിൽ ഈ 10ഉം 18ഉം ഒരാൾ തന്നെയാണ് അല്ലെ. അപ്പൊ മേലെ നിന്ന് 10 ആയിക്കോട്ടെ, ഇവിടെ 18ല് സുനിത അല്ലാണ്ട് പിന്നെ ഇവിടെ എത്ര പേരുണ്ട്, 17 പേരുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, 27 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ബാർ ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി മാത്സിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ അറിയാണ്ട് ഇവിടെ വന്നാണ് കേട്ടോ. നമുക്ക് മാത്സിൽ ഇത് ഡിസ്കസ് ചെയ്യാം. വിച്ച് നമ്പർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, 3 × 2 എന്താണ്, 6 ആണ്, +1 ആണ് നമുക്ക് 7 കിട്ടുന്നത്. ആ പാറ്റേൺ ഒന്ന് നോക്കാം. 7 × 2 എന്താണ്, 14 ആണ്, +2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16 കിട്ടും. 16 × 2 എത്രയാ വരുന്നത്, 32 ആണ് വരുന്നത്. +3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 35 കിട്ടും. പാറ്റേൺ നമുക്ക് മനസ്സിലായി അല്ലേ. 35 × 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 70 ആണ്. +4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 74 ആണ്. സോ നമ്മുടെ ആൻസർ 74 ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ അല്ലെ. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, 21 ചിൽഡ്രൻസ് നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നിതിൻ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സീത, ഹു ഈസ് 9th ഫ്രം ദ റൈറ്റ് എൻഡ് ഓഫ് ദ റോ. റൈറ്റ് എൻഡിൽ നിന്നും 1 2 3 4 5 6 7 8 9. 9th ആണ് ആരിയിരിക്കുന്നത്, സീത ഇരിക്കുന്നത്. സീതയുടെ റൈറ്റ് സൈഡിൽ മൂന്നാമതായിട്ടാണ് നിതിൻ ഇരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് നിതിൻസ് പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡിൽ നിന്നും നിതിന്റെ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 21 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഇവിടെ നിന്ന് സീത 9ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്, 21 - 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 21 - 10 എന്ന് പറഞ്ഞാൽ നമുക്ക് 11 ആണ്. അപ്പൊ 12 കുട്ടികളാണ് സീതയുടെ ഇപ്പുറത്തെ സൈഡിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 12 13 14 15 16. നിതിന്റെ പൊസിഷൻ എന്താണ്, ഫ്രം ലെഫ്റ്റ് എൻഡ് 16ാമതായിട്ടാണ് ആരിയിരിക്കുന്നത്, നിതിൻ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളോട് ഓഡ് വൺ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്ക്, എ എന്ന് പറഞ്ഞാല് തൊട്ട് താഴെ സെഡ് ഉണ്ട് അല്ലെ. ദെൻ ബി സി, ബിയുടെ തൊട്ട് താഴെ എന്താ വരിക, y ആണ് വരിക. സിയുടെ തൊട്ട് താഴെ x ആണ് വരിക. അപ്പൊ ഇതാണ് ഒരു പാറ്റേൺ വരുന്നത്. അടുത്തത് ഇങ്ങനെ തന്നെയാണോ വരണേന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഫിന്റെ താഴേക്ക് എന്താണ് വരുന്നത്, യു ആണോ വരുന്നത്. എഫിന്റെ താഴേക്ക് യു വരുന്നുണ്ട്. പക്ഷെ എച്ചിന്റെ താഴെ എന്ത് വരുന്നില്ല, ആർ അല്ല വരുന്നത് അല്ലെ. എച്ചിന്റെ താഴെ എന്താ വരിക, എസ് ആണ് വരിക. സോ അത് അല്ല. ഓക്കെ, അത് ആ പാറ്റേൺ അല്ല ഫോളോ ചെയ്യണത്. നമ്മുടെ ആൻസർ എന്ത് കിട്ടും, ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. PKRI പിന്നെന്താണ് MNOL, ബാക്കിയെല്ലാം ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അടുത്തത് 7 ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഹൈറ്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ 7 ഫ്രണ്ട്സ് നമ്മൾ 1 2 3 4 5 6 7 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെയാണ്, മിഷ, മിറ, ഹീർ, ടിയ, യാഷ്, സിയ. ഓക്കെ, സിയ ഈസ് തേർഡ് ടോളസ്റ്റ് എമംഗ് ഹെർ ഫ്രണ്ട്സ്.
ആൻഡ് തേർഡ് ഷോർട്ടസ്റ്റ് എമംഗ് ദ ഫ്രണ്ട്സ്. അപ്പം സിയുടെ കേസിൽ ഒരു സെക്കൻഡ് കേട്ടോ, ക്വസ്റ്റ്യൻസ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിയ തേർഡ് ടോളസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 1 2 3 ഇവിടെയാണ് സിയയുടെ പൊസിഷൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? മിഷ ഈസ് ദ തേർഡ്, ആരവ് ഈസ് ടോളർ ദാൻ യഷ് ആൻഡ് സിയ. ദെൻ മിഷ തേർഡ് ഷോർട്ടസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. തേർഡ് ഷോർട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3. അപ്പൊ മിഷയുടെ പൊസിഷൻ ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. സിയയുടെയും മിഷയുടെയും പൊസിഷൻ കിട്ടി. പിന്നെന്താണ്? ആരവ് ഈസ് ടോളർ ദാൻ യഷ് ആൻഡ് സിയ. സിയനെയും യഷിനെയും കാളും ടോളർ ആണ് ആരവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകിൽ യഷ് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ യഷ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹീർ ആൻഡ് ടിയ ആർ ഷോർട്ടർ ദാൻ മിറ. അപ്പോൾ ടിയ ഇവിടെ ആയിരിക്കും, ഹീർ ഇവിടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ യഷ് വരുള്ളൂ. അപ്പൊ ഇവിടെ ആരവ് ആയിരിക്കും, ഇവിടെ ആരായിരിക്കും? മിറ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൂ ഈസ് ദ ടോളസ്റ്റ് ഓഫ് ദം ഓൾ, ഏറ്റവും ടോളസ്റ്റ് ആരാണെന്നാണ്. ഓക്കെ, ആരവ്, നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ആരവ് ടോളസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷോർട്ടർ ദാൻ മിറ. ഓക്കെ, മിറേനേക്കാൾ ഷോർട്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കാം. യഷ് ഇവിടെ കൊടുക്കാം, ആരവ് ഇവിടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മിറ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണു. ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. സിയ എന്താണ്? എല്ലാരേക്കാളും മൂന്നാമതാണ് ടോളസ്റ്റ്. അപ്പൊ ഇവിടെ മിഷ മൂന്നാമത്തെ ഷോർട്ടസ്റ്റ് ആണ്. അപ്പൊ ഇവിടെയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കണേ? ആരവ് ഈസ് ടോളർ ദാൻ യഷ് ആൻഡ് സിയ. സിയനെയും യഷിനെയും കാളും ടോളർ എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ആരവിന് ഇവിടെ കൊടുക്കാം, കാരണം ഏറ്റവും ടോളസ്റ്റ് എന്ന് പറയാത്തോണ്ട് ഇവിടെ കൊടുക്കാം. ഹീർ ആൻഡ് ടിയ ആർ ഷോർട്ടർ ദാൻ മിറ. മിറേനേക്കാൾ ഷോർട്ടർ ആണ് ആര്? ടിയ ആൻഡ് ഹീർ. അപ്പൊ അവര് ഇവിടെയാണ് വരിക. ഓക്കെ, ടിയ ആൻഡ് ഹീർ ഇവിടെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ടോളസ്റ്റ് ആരാ വരിക? മിറ ആണ് ഏറ്റവും ടോളസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് കോഡിംഗ് ലാംഗ്വേജിൽ എന്ത് തന്നിട്ടുണ്ട്? വോക്കല് 90327 എന്ന് തന്നിട്ടുണ്ട്. വേവ്സ് 31758 തന്നിട്ടുണ്ട്. വോട്ടഡ് 42631 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്തിന്റെ കോഡാ ചോദിച്ചിരിക്കണേ? ഈയുടെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈയുടെ കോഡ് ലാംഗ്വേജിൽ വരുന്ന ലെറ്റർ ഏതാണ്, നമ്പർ ഏതാണ് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക കേട്ടോ. അടുത്തത് ഫിയർ JJEW എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റിന്റെ കോഡ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്ക്, FGHIJ, EFGHIJ. A ആണെങ്കിൽ BCDE. R ആണെങ്കിൽ STUVW. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് 3ഉം 4ഉം ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെത് J ആണ്, എല്ലിൻ്റെത് LMNOPQ ആണ്. ദെൻ എയുടെ വരുന്നത് എന്താ വരിക? 3 ആണ്, E എന്ന് വരും. ദെൻ ടിയുടെ വരുന്നത് TUVWXY, JQEY. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് എളുപ്പമാണ് അല്ലെ. ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അറ്റ് ദ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഡോളർ സൈൻ വരുന്നത് എന്താണ്? പ്ലസ് ആണ്. പെർസെൻറ്റേജ് വരുന്നത് എന്താണ്? പെർസെൻറ്റേജ് മൈനസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 9 - 9 0 ആയി. 2/2 1 ആണ്. നമ്മുടെ ആൻസർ എന്ത് തന്നെ വരും? 9 തന്നെയാണ് ആൻസർ വരുന്നത്. ഇത് 0യും ആവും, ഇത് 1ഉം ആവും. അപ്പൊ പിന്നെ 9 into 1 മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആൻസർ 9 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അടുത്തത്, A is the daughter in law of B. അപ്പൊ ബിയുടെ
മകനുണ്ട്. ഓക്കെ, മകനുണ്ട്, സൺ ഉണ്ട്. അദ്ദേഹത്തിന്റെ വൈഫാണ് എ എന്ന് പറയുന്നത്. എ ആരാണ്? ഫീമെയിൽ ആണ്. ഇ ഈസ് ദ ബ്രദർ ഓഫ് എ. ഇ എന്ന് പറയുന്നത് എയുടെ ബ്രദർ ആണ്, മെയിൽ ആണ്. ബിക്ക് ഒരേ ഒരു സൺ മാത്രമേ ഉള്ളൂ, അതാരാണ്? സി ആണ്. ഡി ഈസ് ദ സൺ ഓഫ് എ. അപ്പൊ ഇവരുടെ മകനാണ് ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. അപ്പൊ ഡിയും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡി എയുടെ മകനാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഡി എയുടെ മകനാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സർക്കുലർ ടേബിളിൽ ഇരിക്കുന്ന കേസ് ആണ് പറയുന്നത്. എത്ര പേരാ ഉള്ളത്? 6 പേര്. 1 2 3 4 5 6. 6 പേര് ഒരു സർക്കുലർ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. മിയ സിറ്റ്സ്. ഓക്കെ, നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മിയ എവിടെ ഇരിക്കുന്നുണ്ട്? മിയ സിറ്റ്സ് ടു ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഈതൻ. അപ്പം ഈതൻ ഇവിടെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മിയ ഇവിടെ ഇമീഡിയറ്റ് റൈറ്റിലാണ് ഇരിക്കുന്നത്. സോഫിയ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു ഈതൻ. സോഫിയ ഈതന്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. അലക്സാണ്ടർ ആൻഡ് ഓവിയ സിറ്റ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അലക്സാണ്ടറും ഓവിയയും ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ അലക്സാണ്ടർ ലിയാമിന്റെ നൈബർ അല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ അലക്സാണ്ടർ ഇവിടെ ആയിരിക്കും, ഓവിയ ഇവിടെ ആയിരിക്കും, ലിയാം ഇവിടെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓവിയയുടെ ഇമീഡിയറ്റ് റൈറ്റിൽ ആരാണ് ഇരിക്കുന്നത്? ഈതൻ ആണ് ഓവിയയുടെ ഇമീഡിയറ്റ് റൈറ്റിൽ ഇരിക്കുന്ന ആള്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ. അടുത്തത് 10 years ago. 10 വർഷം മുമ്പ് ഒരു അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് അവരുടെ മകന്റെ വയസ്സിനേക്കാൾ എത്ര കൂടുതലായിരുന്നു? 3 മടങ്ങ്. അപ്പൊ സണ്ണ്, മദർ. 10 വർഷം മുമ്പ് അവരുടെ വയസ്സ്, മകന്റേത് എക്സ് ആണെങ്കിൽ അമ്മയുടേത് 3x ആയിരുന്നു. ഓക്കെ, ഇനി 5 വർഷം കഴിഞ്ഞപ്പോ, അപ്പം 10 നിന്നും 5 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ആ 10 നിന്ന് 5 കഴിഞ്ഞു. അപ്പൊ x+5 ആവും, ഇവിടെ 3x+5 ആവും. കൺഫ്യൂഷൻ വരണ്ട. 5 years ago എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്ലസ് കൊടുത്തത് എന്ന് വിചാരിക്കണ്ട. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 10 വർഷം മുമ്പുള്ള വയസ്സാണ്, പ്രസന്റ് വയസ്സല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ 10 വർഷം മുമ്പ് x ആണെങ്കിൽ 5 വർഷം മുമ്പ് എന്തായിരിക്കും? ആ 10 നിന്ന് ഒരു 5 കൂടിയിട്ടല്ലേ വരിക. അതുകൊണ്ടാണ് ഇവിടെ x+5 എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ മകന്റെ വയസ്സ്, അതായത് 5/2 x+5 ആണ് ആരുടെ വയസ്സ് എന്ന് പറയുന്നത്? അമ്മയുടെ വയസ്സ് 3x+5 എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് x കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 5x + 25 is equal to 6x + 10 എന്ന് കിട്ടും. 5x അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ 15 is equal to x. 10 വർഷം മുമ്പ് മകന്റെ വയസ്സ് 15 ആയിരുന്നു, അമ്മയുടെ വയസ്സ് എത്രയായിരുന്നു? 45 ആയിരുന്നു. 15 × 3 എന്ന് പറഞ്ഞാൽ 45 ആയിരുന്നു. ഇപ്പൊ മകന്റെ വയസ്സ് എത്രയാണ്? 20 ആണ്. അമ്മയുടെ വയസ്സ് എത്രയാണ്? 50 അല്ല സോറി x ഇപ്പം അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് 10 വർഷം മുമ്പുള്ളതാണ് നമ്മൾ 45 എന്ന് കണ്ടുപിടിച്ചത്. ഇപ്പൊ മകന്റെ വയസ്സ് 25ഉം അമ്മയുടെ വയസ്സ് 55ഉമാണ് വരുന്നത്. തെറ്റി പോവരുത് കേട്ടോ, എന്നെ പോലെ മിസ്റ്റേക്ക് ചെയ്ത് വെക്കരുത്. ഞാനിവിടെ +5 ചെയ്തിട്ടാണ് ഇപ്പൊ 50 എന്നും പറഞ്ഞ് തിരയാൻ നിന്നത്. 10 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. സോ അത് എത്രയാണ് വരിക? 45 വയസ്സാണ് വരുന്നത്. അടുത്തത്, നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ സൈൻ ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ്സ് ചെയ്യാം, അതിലും എളുപ്പത്തിൽ വേണമെങ്കിൽ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. അപ്പൊ ഈക്വൽ ടുവും പ്ലസും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അല്ലാണ്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചെയ്തു വെക്കാം. ഈക്വൽ ടുവും പ്ലസും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 7 വരും. 49 / 7 എന്ന് പറഞ്ഞാൽ 7 വരും. ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 74 × 55 + 3 എന്ന് വരും. 98 - 7 എന്ന് പറഞ്ഞാൽ നമുക്ക് 91 എന്നാണ് കിട്ടുക. ഇവിടെ എന്തായാലും ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 91 അല്ല കിട്ടുക. സോ ഇതല്ല എന്തായാലും ആൻസർ വരിക. പിന്നെ ഉള്ളത് 98 - 49 is equal to 7 + 74 × 55 divided by 3 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതും ഈക്വൽ ആവുന്ന? ഇല്ല അല്ലെ? അതും എന്തായാലും ഈക്വൽ ആവാനുള്ള സാധ്യതയും ഇല്ല. പിന്നെ നമുക്ക് അടുത്തത്
അടുത്ത ഓപ്ഷൻ വരുന്നത് 98 മൈനസ് 49 ഡിവൈഡഡ് ബൈ 7 എന്താ വരണേ പ്ലസ് 74 ഇസ് ഈക്വൽ ടു 55 ഇൻറ്റു 3. ഇത് മേ ബി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 98 മൈനസ് 7 പ്ലസ് 74 ഇസ് ഈക്വൽ ടു 55 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 165 ആണ് വരുന്നത്. 98 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 91 ആണ്. പ്ലസ് 74 എന്ന് പറഞ്ഞാൽ 5 165. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത് ഈക്വൽ ടു ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ അല്ലെ. അടുത്തത് ഒരു സിമ്പിൾ ആയിരിക്കണം ആദ്യം വരേണ്ടത്, പക്ഷെ നമ്പർ പുറകെ വരാൻ പാടില്ല. സിമ്പിൾ മുന്നേ വരണം, പക്ഷെ നമ്പർ വരാൻ പാടില്ല. അങ്ങനെ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്, ഇവിടെയും സിമ്പിൾ ആണ്. അപ്പൊ ഇതുണ്ട്, പിന്നെന്താണ് ഇവിടെ ലെറ്റർ ഉണ്ട്, ഇവിടെയും എന്താണ് സിമ്പിൾ ആണ്. സോ അത് നമുക്ക് 1 2 ഇത് വരില്ല, ഇതും വരില്ല, ഇതും വരില്ല, ഇതും വരില്ല, ഇതും വരില്ല, ഇതും വരില്ല. അപ്പൊ എത്ര എണ്ണം വരുള്ളൂ? 2 എണ്ണമേ നമുക്ക് വരണുള്ളൂ. ഓക്കെ, 2 എണ്ണമാണ് അങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് വരുന്നത്. എമ്മും എയും ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇത് നമുക്ക് എന്താ അറിയോ വരുന്നത് മാത്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അത് അറിയാണ്ട് ഇതിനകത്ത് വന്ന് പെട്ടുപോയതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. There are 1800 students in a college. The given pie chart represents okay. ഇതും എന്താണ് മാത്സ് ആണ് കേട്ടോ. മാത്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് എന്താണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഈ നമ്പേഴ്സ് കണ്ടാൽ ഇങ്ങനെ ഒരു കുറെ ക്വസ്റ്റ്യൻസ് RRB ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, നമുക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന്. എന്തൊക്കെയാ ഇടണ്ടേ? 98 മൈനസ് 49 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 74 is equal to 55 into 3. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നോക്ക്, മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 165 എന്ന് ആൻസർ കിട്ടും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ഓർമ്മ വേണം. ഇത് ഇപ്പൊ ചോദിച്ച ജെഇയുടെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വേണം ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകേണ്ടത് എന്ന്. അത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്യണത് ഏത് നമ്പർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഒരു സെക്കൻഡ്, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, സിമ്പിൾ ആണ്. 6 into 2 12, 12 into 2 24, 24 into 2 48, 48 into 2 എന്ന് പറഞ്ഞാൽ 8 2s are 6 ആണ്. 6 വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. 96 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് നമ്മളോട് ക്വസ്റ്റ്യൻ മാർക്കിലുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ വരുന്നത്? 2 plus 13 ആണ് 15 വരുന്നത്. ഓക്കെ, ഇനി 15 plus 13 into 2 ചെയ്താൽ നമുക്ക് 13 into 2 എന്ന് പറഞ്ഞാൽ 26 ആണ്. പ്ലസ് 15 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 41 എന്ന് കിട്ടും. അപ്പൊ അടുത്തത് എന്താണ്? 41 plus 26 into 2 ആണ്. ഓക്കെ, ഇവിടെ 26 ആണ് വരുന്നത്. ആ 26 into 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 93 കിട്ടും. 26 into 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാ വരിക? 52 ആണ് വരിക. അപ്പൊ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? 93 plus 52 into 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 197 എന്ന് കിട്ടും. 52 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 104 ആണ്. 104 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 197 plus 208 എന്നാണ് കിട്ടുക. 55 ആണ് ലാസ്റ്റ് വരുന്നത് എന്ന് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആൻസർ മാർക്ക് ചെയ്യാം. 405 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ബെഡ് 120 എന്നും ഫാറ്റ് 360 എന്നും കോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ DBY എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, ബെഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്, E 5 ആണ്, D 4 ആണ്. 2 into 10 ആണ്. 10 into 4 എന്താണ്? 40 ആണ്. 40 into 3 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
120 എന്ന് കിട്ടുന്നത്. ഇനി ഫാറ്റിന്റെ കേസ് ആണെങ്കിൽ F6 ആണ്, A 1 ആണ്, T 20 ആണ്. 20 into 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120 into 3 എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 360 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ കോഡ് എന്താണ്? ഡിയുടെ കോഡ് 4 ആണ്, ബിയുടെ കോഡ് 2 ആണ്, വൈയുടെ കോഡ് എന്താണ്? 25 ആണ്. 25 into 2 50, 50 into 4 200 ആണ് വരുന്നത്. 200 into 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 600 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് നോക്കാനുള്ളത്. ഇത് JEE ഇപ്പൊ കഴിഞ്ഞ JEE എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2024 JEE ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് JEE എക്സാമിന് ചോദിച്ചിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം കമന്റ് സെക്ഷനിൽ. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.